നമുക്കൊരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ നോക്കിയാലോ. എയുടെ അമ്മയായ ബി സിയുടെ മകളാണ്. ഡി ബിയുടെ അച്ഛനും ഈ എയുടെ സഹോദരനും ആണെങ്കിൽ ഇയുടെ ആരാണ് ഡി? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. എയുടെ അമ്മയായ ബി സിയുടെ മകളാണ്. അപ്പൊ എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ആളുടെ അമ്മയായ ബി അമ്മയാണ്. അപ്പൊ മദർ ആണ് അല്ലെ, എയുടെ മദർ ആണ് ബി. ഈ ബി എന്ന് പറയുന്നത് സിയുടെ മകളാണ്. അപ്പം ഇതിന്റെ അമ്മ ആരാ? സി. ഇവിടെ ഇതിന് ബിയുടെ അമ്മ സി ആണ്. അപ്പൊ എയുടെ അമ്മയായ ബി സിയുടെ മകളാണെന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡി ബിയുടെ അച്ഛനും. ഈ ബിയുടെ അച്ഛനാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഫാദർ ആണ് ഡി എന്ന് പറയുന്നത്. ഇത്രയായല്ലോ. ഇനി ഈ എയുടെ സഹോദരനാണ്. ഈ എയുടെ സഹോദരനാണ് ആര്? ഇ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. അതായത് എയുടെ അമ്മയായ ബി സിയുടെ മകളാണ്. അതുപോലെ ബിയുടെ അച്ഛനാണ് ഡി എന്ന് നമ്മൾ എഴുതി. എയുടെ സഹോദരനാണ് ഇ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇയുടെ ആരാണ് ഡി എന്നാണ്. ഈ ഇയുടെ ആരാണ് ഡി? എയുടെ അമ്മയാണ് ബി. അങ്ങനെയാണ് ഇയുടെ അമ്മയാണല്ലോ ബി. ഈ ബി അമ്മയുടെ അച്ഛനാണ് ഡി. അതായത് ഇയുടെ അമ്മയുടെ അച്ഛനാണ് ഡി. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമുക്ക് അറിയാവുന്നത്. അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മുത്തച്ഛനാണല്ലോ. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, മുത്തച്ഛൻ എന്നതാണ് ഉത്തരം.